ഞങ്ങളെല്ലാവരും പഴംപൊരിയും പരിപ്പുവടയും സുഖിയനൊക്കെ കഴിച്ച് ഇനി അടുത്ത യാത്രയ്ക്കുള്ള പ്ലാനും ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മുടെ അടുത്ത യാത്ര എങ്ങടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഗുരുവായൂരിക്കാണ് ഗൈസ്. ഉച്ചയോട് കൂടിയിട്ട് അങ്ങോട്ട് എത്തണം എന്ന് കരുതി കഴിച്ചാലും ഞങ്ങളവിടെ എത്തായത് ഉച്ച കഴിഞ്ഞിട്ടായിരുന്നു. ഉച്ചയ്ക്കുള്ള നട അടയ്ക്കൽ കഴിഞ്ഞു, ഉച്ചപൂജയ്ക്കുള്ള നട അടയ്ക്കൽ കഴിഞ്ഞു. സോ ഞങ്ങൾ അകത്തേക്ക് കയറാതെ ഞങ്ങളെല്ലാവരും പുറത്തുനിന്ന് നല്ലൊരു ദർശനം കിട്ടും ചെയ്തു കേട്ടോ. നട അടയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറുതായിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് വിളക്കൊക്കെ കാണുന്നുണ്ടായിരുന്നു. എന്നാലും ഞങ്ങളത് അങ്ങനെ കണ്ടിട്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. അവിടെയാണെന്ന് വെച്ചാൽ ഒരുപാട് ഇപ്പോഴും ഞാൻ ഗുരുവായൂർക്ക് പോകുമ്പോൾ ഞാൻ ശ്രദ്ധിക്കുന്നതാണ്, അവിടെ ഇപ്പോഴും അവരുടെ സ്റ്റേജിൽ കുട്ടികളുടെ ഡാൻസ് ഉണ്ടാവാറുണ്ട്. മറ്റേ അരങ്ങേറ്റമൊക്കെ നടത്തില്ലേ, അതൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ ഒരുപാട് കച്ചവടക്കാരും എല്ലാവരും ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ ചെറിയ കുട്ടികൾ സാധനങ്ങളൊക്കെ മേടിക്കണമെന്ന് ആഗ്രഹം ഉണ്ട്. വെച്ചാലും ആ ചെറിയ കുഞ്ഞു മനസ്സുകളെ ഞങ്ങൾ ഉള്ളിൽ തന്നെ അടക്കി പിടിച്ചിട്ടാണ് അതേനെ നടന്നത്. പിന്നെ ഞാൻ ഞെട്ടിയത് അവിടെ വാഹനപൂജയ്ക്ക് കൊണ്ടുവന്ന കാറുകൾ കണ്ടിട്ടാണ് ഗൈസ്. കാറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരെയായിട്ട് ഇങ്ങനെ ട്രാഫിക്കിലോ അല്ലെങ്കിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇങ്ങനെ നേരെയായിട്ട് നിർത്തില്ലേ, അതേപോലെയായിരുന്നു നിർത്തിയിട്ടുണ്ടായിരുന്നത്. അതിനിടയ്ക്ക് അമ്മയുടെയും അനിയത്തിയുടെയും പർച്ചേസിങ്ങും ഉണ്ടായിരുന്നു. എന്തായാലും തൊഴുതിറങ്ങിയതിന് ശേഷം എന്തായാലും ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല വിശപ്പ്. സോ നമ്മൾ എല്ലാവരും കൂടിയിട്ട് നല്ല സൂപ്പർ ബിരിയാണി, ചിക്കൻ ബിരിയാണി മേടിച്ചു. ഞാനും അനിയത്തിയും അച്ഛമ്മയും അമ്മമ്മയും ഒക്കെ കൂടിയിട്ട് ബിരിയാണിയാണ് കഴിച്ചത്, ചിക്കൻ ബിരിയാണിയാണ് കഴിച്ചത്. അവർ രണ്ടുപേരും മട്ടനാണ് കഴിച്ചത്. അങ്ങനെ പിന്നെ മറ്റേ ചിക്കൻ കൊണ്ടാട്ടം ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം കൂടിയിട്ട് ഒരു പിടി പിടിച്ചതിന് ശേഷം ഞങ്ങൾ അടുത്തത് എങ്ങോട്ടാണ് പോകണമെന്നുള്ള ചിന്ത വരാൻ തുടങ്ങി. പറയുമ്പോൾ ഈ ഇതിൻ്റെ എല്ലാവിധ പരിപാടിയുടെ ചിലവും മമ്മിയുടെയാണ്.